ഞാൻ രഞ്ജിത്തെ എന്താണ്ടാ ബാ എവിടാടാ കൊറേ കാലം ആയല്ലോ കണ്ടിട്ട് ഇന്നെയൊക്കെ ഓ ബൈരി പിന്നെ എന്തോണ്ടാ വിശേഷങ്ങള് എന്തുണ്ടോ വിശേഷം? ഓ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയത് ഓണമൊക്കെ ഇല്ലയോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. കൂടാരും ഇല്ലടാ? ഇല്ലല്ലേ ഒറ്റയ്ക്കേ ഉള്ളു. ഇപ്പൊ ആരും ഇല്ലല്ലോ നമുക്ക് കൂട്ടൊന്നും, എല്ലാരും നമ്മളെ ഒറ്റപ്പെടുത്തി വിട്ടേക്കും ഇല്ലയോ. നീയും നമ്മളോട് മിണ്ടലും ഒന്നും ഇല്ലല്ലോ. നിന്റെ പഴയ കൂടെ സ്വഭാവം എപ്പോഴും ഉണ്ടോ? അല്ലെ അതൊക്കെ നിർത്തിയിട്ട് 3-4 കൊല്ലമായി. സത്യമായിട്ട് അന്നത്തെ പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാൻ ആ സംഭവമേ വിട്ട്. അല്ലെ ഒരു കാര്യം പറയുമ്പോൾ 100 വട്ടം ചിന്തിക്കും. അതേ അവസ്ഥയായി ഇപ്പൊ. നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ഓണത്തിന്? എന്റെ പൊന്നളിയ ആ മീൻ വെച്ച കാര്യമില്ലേ, നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ, ദൈവത്തെ ഓർത്ത്. എല്ലാം ഒന്നാന്തരായിട്ട് മീൻ വെച്ച് അമ്മയെ കുറ്റവും പറഞ്ഞ് അതിന് ശേഷം അവരുടെ മുഖത്തോട്ട് നോക്കാൻ തന്നെ പേടിയാളിയാ. അവിടുന്ന് ഇറക്കി വിട്ട്. ഓ അത് ഓർക്കുമ്പോ തന്നെ പൊന്നോ, ആ ഓണം ഇനി വരല്ലേന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ദിവസം നന്നായിപ്പോ. നന്നായിളിയാ, കണ്ടാലും തോന്നത്തില്ലേ. എന്നാ വല്ല കഴിച്ചായിരുന്നോ? കഴിച്ചില്ലളിയാ, ഞാൻ ഇങ്ങനെ പോയപ്പോ എന്നാ ഒന്ന് കേറി എന്നാ നിന്നെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. എന്നാ പിന്നെ നീ കഴിച്ചിട്ടും കൂടെ അങ്ങ് പോയേക്കാം. എന്നാ പിന്നെ എങ്ങനെ നമുക്ക് ഓണം രണ്ടെണ്ണം വിട്ടാലോ? ഉണ്ടോ സാധനം ഇരിപ്പുണ്ടോ? പിന്നെ എന്നാ വാ, ചോറായി കഴിക്കാനുണ്ട്. വാ അടിച്ചിട്ട് കഴിക്കാം, അതതിന്റെ ഒരു ശീലം. എന്നാ വാ. ഓക്കെ വാല്. പിന്നെ വേറെന്തോ ഉണ്ടോ? ഓ എന്താ പറയാനാ, ഇങ്ങനെ പോകുന്നു. എല്ലാരും എന്ത് ചെയ്യും? എന്താ കൂട്ടുകാരെ കണ്ടാ? കൊള്ളാളിയാ, ഇത് ആര് വെച്ചാലും നല്ല കൈപ്പുണ്യം കേട്ടോ. കൊള്ളാം, സംഭവം പൊളിച്ച്, ഒരു രക്ഷയില്ല. എന്നാലും സത്യം പറയട്ടെ, ഞാൻ വെച്ച പോന്ന് പോളേർക്കാം, നീ ചുമ്മാ ഇളക്കല്ലേ മനുഷ്യനെ. ഞാൻ വെച്ചേടാ. അമ്മ എന്തിനും പെങ്ങളുടെ വീട്ടിൽ അമ്മയ്ക്ക് വയ്യ എത്ര ദിവസം അവിടെ. ഞാൻ വെച്ചാൽ മാത്രമേ ഉള്ളൂ. നീ എന്താണ് ഇതൊക്കെ വെക്കാൻ പഠിച്ചത്? ഞാൻ വെച്ചാൽ മാത്രമേ ഉള്ളൂ. ആണോ അച്ഛാ, ഇത് വെച്ചാണോ? അച്ഛനോട് അടുക്കളയിൽ പോയിരുന്നു കഴിക്കാന്ന് പറയും. അടുക്കള എപ്പോഴും കഴിക്കാൻ കഴിക്കാൻ പറ്റുന്നുള്ള പുള്ളി കഴിക്കുന്ന കണിപ്പ് കണ്ടില്ല, അറപ്പ് തോന്നുന്നു. നിക്കടാ അറി അല്ലെ നിക്കടാ. എന്റെ അച്ഛൻ ഇവിടെ എല്ലാവരും എവിടെ പോയി കഴിക്കണം. അല്ലെ കഴിക്കാൻ നിന്നെ പറ്റാത്ത ഒന്നും വിളിക്കാതെ എന്നെ പറഞ്ഞാൽ നിന്നെ വിളിച്ചെന്നെ. ഓണോടെ കയറി വന്നേക്കുന്ന റൈപ്പുറ അടുക്കള പോയി റൈപ്പുറ പോടാ. ഇതൊക്കെ എന്നെ പറഞ്ഞ വിളിച്ചേ.